റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കാത്ത് കുടുംബം. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. നമസ്കാര മണ്ഡപത്തിൽ നടക്കാറുള്ള ഇല്ലംനിറ പൂജ ഇത്തവണ നടത്തിയത് കൊടിമര ചുവട്ടിൽ. ചിങ്ങം പറന്നതോടെ ഗുരുവായൂരിൽ വിവാഹത്തിരക്കേറി. വലിയകയിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി കൃഷ്ണദാസ്, കടലക്കുറിശി സ്വദേശി കൃഷ്ണപ്രസാദ് എന്നിവർ പിടിയിലായി. ദേശമംഗലത്ത് മുത്തച്ഛനെ കൊച്ചുമകൻ വെട്ടിക്കൊലപ്പെടുത്തി. വാളരിപ്പടി വീട്ടിൽ അയ്യപ്പനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചുമകൻ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള ടൗണിലും സമീപ പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടണമെന്ന് നിർദ്ദേശം. മുൻകൂർ അനുമതിക്കായി തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ ചുമതലയുള്ള ഓഫീസറെ സമീപിക്കണമെന്നാണ് നിർദ്ദേശം. ഇരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. കൊടുങ്ങല്ലൂർ അഞ്ചാംപുരത്തിയിൽ ആലയിൽ നിന്ന് ആട്ടക്കല്ല് മോഷ്ടിച്ച 2 പേർ പിടിയിൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തിങ്കളാഴ്ച ലഭിക്കുമെന്ന് റഷ്യയിൽ നിന്നുള്ള മലയാളി സംഘടനകൾ അറിയിച്ചു. തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ 36 വയസ്സുള്ള സന്ദീപാണ് റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നത്. സന്ദീപ് ഉൾപ്പെട്ട 12 റഷ്യൻ പട്ടാള പട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ടതായും ആശുപത്രിയിൽ മൃതദേഹങ്ങൾ റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും തൃക്കൂരിലെ വീട്ടിൽ അറിയിപ്പ് ലഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ എംബസി അവധിയായതിനാൽ അധികൃതരുടെ അറിയിപ്പും ചിത്രങ്ങളും അടുത്ത ദിവസമേ ലഭിക്കൂ. ഇതിനുശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് പോയത്. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതമാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു. റഷ്യൻ സേനയുടെ ഭാഗമായ സന്ദീപ് സൈനിക പരിശീലനത്തിലായിരുന്നതിനാൽ നാട്ടിലേക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞിരുന്നില്ല. ഫോൺ വിളിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് റഷ്യയിലെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിന് നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിഷയം നാട്ടിലറിയുന്നത്. ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നോർക്ക വഴി റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലും ബന്ധുക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. ക്ഷേത്രത്തിനു പുറത്ത് ഒരുക്കിവച്ചിരുന്ന കതിർക്കറ്റകൾ അവകാശികളായ അഴീക്കൽ, മനയം കുടുംബങ്ങളിലെ അംഗങ്ങൾ തലയിലേറ്റി കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ സമർപ്പിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി തീർത്ഥം തെളിച്ച് കതിർക്കറ്റകൾ ശുദ്ധിവരുത്തി. ഓട്ടുരുളിയിൽ സമർപ്പിച്ച ആദ്യ കതിർക്കറ്റ ശാന്തിയേറ്റ കീഴ്ശാന്തി വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി ശിരസിലേറ്റി. കുത്തുവിളക്കുമായി പാരമ്പര്യ അവകാശി പുതിയടത്ത് ആനന്ദൻ അകമ്പടിയായി. ബാക്കിയുള്ള കതിർക്കറ്റകൾ 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ ശിരസിലേറ്റി നിരനിരയായി ക്ഷേത്രപ്രദർശനം ചെയ്ത് കൊടിമര ചുവട്ടിലെത്തിച്ചു. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി പൂജ നടത്തി. ഒരു കതിർക്കറ്റ ഉരുളിയിലാക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. ശേഷം കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ശ്രീലകത്ത് നിറച്ചു. ഉപദേവന്മാരുടെ ശ്രീകോവിലിലും നിറ നടത്തി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. സാധാരണ നമസ്കാര മണ്ഡപത്തിൽ നടക്കാറുള്ള ഇല്ലംനിറ പൂജ ഇത്തവണ കൊടിമര ചുവട്ടിലാണ് നടത്തിയത്. ക്ഷേത്രത്തിനകത്ത് വിതരണം ചെയ്യാറുള്ള നെൽക്കതിരുകൾ ഇത്തവണ പുറത്താണ് വിതരണം ചെയ്തത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങുകളിൽ മാറ്റം വരുത്തിയതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇല്ലംനിറയുടെ തുടർച്ചയായുള്ള തൃപ്പൂത്തിരി ഈ മാസം 28-ന് നടക്കും. പുതിയ നെല്ലിന്റെ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങാണിത്. TCV ന്യൂസ്, ഗുരുവായൂർ. ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ വിവാഹത്തിരക്കേറി.
198 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തിങ്കളാഴ്ച 43-ഉം 22-ാം തീയതി 165-ഉം 28-ാം തീയതി 140-ഉം വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 8-നാണ് കൂടുതൽ വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ 263 വിവാഹങ്ങൾ അന്നത്തേക്ക് ഷീട്ടാക്കി കഴിഞ്ഞു. വിവാഹം നടക്കുന്ന ദിവസവും ഷീട്ടാക്കാൻ കഴിയുമെന്നതിനാൽ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. തിരക്ക് പരിഗണിച്ച് ചൊവ്വാഴ്ച വരെയും 25 മുതൽ 28 വരെയും ദർശനത്തിന് ക്രമീകരണമുണ്ട്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP സ്പെഷ്യൽ ദർശനം ഉണ്ടായിരിക്കില്ല. ക്ഷേത്രത്തിൽ ദർശനത്തിനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 20,26,333 രൂപ ദേവസ്വത്തിന് ലഭിച്ചു. ഭക്തർ 16,41,240 രൂപയുടെ തുലാഭാരം നടത്തി. ഞായറാഴ്ച വഴിപാടിനത്തിൽ മാത്രമായി 62,57,164 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ട 2 കാറുകളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ കൃഷ്ണദാസ്, കടലക്കുറിശി പുത്തൻ വീട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഒറീസയിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന കഞ്ചാവ് അവിനാശിയിൽ വെച്ചാണ് പ്രതികൾ വാങ്ങിയത്. പിന്നീട് 2 കാറുകളിലായി കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു. പ്രതികളിൽ ഒരാളായ കൃഷ്ണദാസ് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. കൃഷ്ണപ്രസാദ് 2023-ൽ 15 കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ കുന്നംകുളം എക്സൈസ് പിടികൂടി. പഴുന്നാന സ്വദേശി മോനുട്ടൻ എന്ന ബാബുവിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. മേഖലയിൽ പ്രതി അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി ഇയാളെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം അനധികൃത മദ്യവിൽപ്പന നടത്തുന്നതിനിടയിലാണ് 6 കുപ്പികളിലായി സൂക്ഷിച്ച 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദേശമംഗലത്ത് മുത്തശ്ശനെ കൊച്ചുമകൻ വെട്ടിക്കൊലപ്പെടുത്തി. എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളരിപ്പടി വീട്ടിൽ 76 വയസ്സുള്ള അയ്യപ്പനെയാണ് കൊച്ചുമകൻ രാഹുൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഹുലിനെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവ് മാനസിക രോഗിയാണെന്ന് പറയപ്പെടുന്നു. വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. മാള ടൌണിലും സമീപ പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കുഴിക്കുന്നതിനും ഇനി പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടണം. മാള ടൌണിലെ സിനഗോഗിൽ നിന്ന് 170 മീറ്റർ ദൂരത്തിലുള്ള പഞ്ചായത്ത് കെട്ടിടത്തിൽ നിർമ്മാണം നടത്തുന്നതിനും നിബന്ധനയുണ്ടായിരുന്നു. സംരക്ഷിത സ്മാരകത്തിന് ഹാനികരമല്ലെങ്കിലും നിർമ്മാണത്തിന് മുൻകൂർ അനുമതിക്കായി തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ ചുമതലയുള്ള ഓഫീസറെ സമീപിക്കണമെന്നും കുഴിക്കുമ്പോൾ പുരാവസ്തുക്കളെന്ന് സംശയിക്കുന്ന എന്തെങ്കിലും ലഭിച്ചാൽ നിർമ്മാണം നിർത്തിവെച്ച് അറിയിക്കണമെന്നും പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ശൌചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായാണ് നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. സ്ഥലം കുഴിക്കേണ്ടതില്ലെങ്കിലും 4 വർഷമായി പദ്ധതി നടത്താനായിട്ടില്ല. ഇനി വ്യാപാര സ്ഥാപനങ്ങൾക്കടക്കം നിർമ്മാണം നടത്തണമെങ്കിൽ മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണം നടത്തുന്നത് പുരാവസ്തു സംരക്ഷണ നിയമം അനുസരിച്ച് കുറ്റകരമാണ്. മാളയിലെ യഹൂദ സിനഗോഗിന്റെ പരിസര പ്രദേശങ്ങളിലെ അനുമതിയില്ലാത്ത നിർമ്മാണം സംബന്ധിച്ച് ആർക്കും പുരാവസ്തു വകുപ്പിൽ പരാതിപ്പെടാവുന്നതാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. ചുറ്റമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് സംഭവം ആദ്യം കണ്ടത്. ഏകദേശം 5000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്. പരാതി നൽകിയതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണപുരം അഞ്ചാമ്പരത്തിയിൽ മോഷണം. 24 മണിക്കൂറിനകം മോഷ്ടാക്കൾ പിടിയിൽ. അഞ്ചാമ്പരത്തി കരകുളത്ത് ജയരാജന്റെ ഉടമസ്ഥയിലുള്ള ആലയിലാണ് മോഷണം നടന്നത്. ആലയിൽ ഇരുമ്പ് സാമഗ്രികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 100 കിലോയോളം തൂക്കമുള്ള ആട്ടക്കല്ലാണ് മോഷണം പോയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണപുരം പള്ളിനട സ്വദേശികളായ കരിനാട്ട് വീട്ടിൽ അഖിൽ, എടശ്ശേരി വീട്ടിൽ അസ്ലം എന്നിവരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണ വിവരം അറിഞ്ഞ ഉടനെ മതിലകം പോലീസും ആലയുടെ ഉടമയും നടത്തിയ തെരച്ചിലിലാണ് പടിഞ്ഞാറെ വെമ്പലൂരിലുള്ള ആക്രിക്കടയിൽ നിന്ന് മോഷണ മുതൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു. ചിറക്കൽ കോട്ടം റോഡിൽ വീട് കുത്തിത്തുറന്ന് 20 പവൻ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചിറക്കൽ കിടങ്ങാശ്ശേരി മൊയ്തീൻ ഷായുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച രാത്രി സഹോദരനെ നെടുമ്പാശ്ശേരിയിൽ യാത്രയാക്കാൻ വീട്ടുകാർ പോയ സമയത്താണ് മോഷണം നടന്നത്. വീടിന്റെ മുകൾ നിലയിലെ ടെറസിനോട് ചേർന്നുള്ള വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നത്.
ചാവക്കാട് കാഞ്ഞാണി റൂട്ടിലെ ഒരു വിഭാഗം തൊഴിലാളികൾ തിങ്കളാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. ഏനമാവ് ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMSന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ബൈക്ക് യാത്രികർ ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്ത സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കോടമുക്ക് സ്വദേശി ഫൈസലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബായ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ചില്ലാണ് കോഴിക്കോട് നിന്നും കുന്നംകുളത്തേക്ക് വരുന്നതിനിടെ അക്രമി സംഘം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്തത്. സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ആൽത്തറ സ്വദേശിനി ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. പരിക്കേറ്റ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അപകടത്തിനിടയാക്കിയ ബസ് ഡ്രൈവർ ഒറ്റപ്പാലം കിഴൂർ സ്വദേശി മുരളീകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പൂക്കോട്ടുകുളം വീട്ടിൽ സനാഹുള്ളയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരപങ്കാളിയായ കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗവും പൂരം സ്മരണികയായ കാളിചക്രയുടെ പ്രകാശന കർമ്മവും നടന്നു. ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ K. പത്മകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പൂരത്തിന്റെ ആചാരമായിട്ടുള്ള വെടിക്കെട്ട് നടത്തുന്നതിനായി പെസോ നിയമങ്ങളിൽ കാലാനുസൃതമായി സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായം വർദ്ധിപ്പിക്കുവാൻ നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് യോഗം രേഖാമൂലം ആവശ്യപ്പെട്ടു. കുമരനെല്ലൂർ ദേശത്തിന്റെ സ്മരണിക കാളിചക്രയുടെ പ്രകാശന കർമ്മം DGP K. പത്മകുമാർ V. മുരളിക്ക് നൽകി നിർവഹിച്ചു. സ്മരണികയുടെ കോപ്പിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഡോക്ടർ PS. മോഹൻദാസ് നിർവഹിച്ചു. V. ശ്രീധരൻ, TK. സനീഷ്, KR. രമേശ് എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി കൂപ്പ് തൊഴിലാളി യൂണിയൻ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി PK. ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായകമായി തൊഴിലാളികളിൽ നിന്നും സമാഹരിച്ച 20,000 രൂപയുടെ ചെക്ക് യൂണിയൻ സെക്രട്ടറി ഹെൻറി ജോർജിൽ നിന്നും PK. ശിവരാമൻ ഏറ്റുവാങ്ങി. കൺവെൻഷനിൽ NM സജീവൻ, സുബ്രൻ പനയാമ്പാടൻ, കുട്ടൻ ചാഴൂക്കാരൻ എന്നിവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ജീവനക്കാരുടെ നിറമാല ആഘോഷിച്ചു. സമ്പൂർണ്ണ നെയ്, ചുറ്റുവിളക്ക്, വിശേഷാൽ പഞ്ചവാദ്യം എന്നിവ അരങ്ങേറി. തിമലയിൽ ചോറ്റാനിക്കര സുഭാഷ് മാരാരും, മദ്ദളത്തിൽ ഏരൂർ അരുൺ ദേവവാര്യരും, ഇടക്കയിൽ തിരുവല്ലാമല ഹരിയും, ഇലത്താളത്തിൽ മീറ്റ്ന രാമകൃഷ്ണനും, കൊമ്പിൽ വരവൂർ മണികണ്ഠനും പ്രമാണിമാരായി. ഉല്ലൂർ വിശുദ്ധ യുവപ്രാസ്യമ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഈ മാസം 29-ാം തീയതി ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. 27 വൈകിട്ട് 5 ദീപബലിക്ക് ശേഷം ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K. രാജൻ നിർവഹിക്കും. 28-ാം തീയതി വൈകിട്ട് കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. തിരുനാൾ ദിനമായ രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദീപബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് വല്ലൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6 വരെ ഊട്ടുനേർച്ച വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഫാദർ റാഫേൽ വടക്കൻ, സിസ്റ്റർ ലിസ് ജോ, താജ് ആന്റണി, സിസ്റ്റർ ശുഭ ചാക്കോ, ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ വാദ്യ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ കൂട്ടാല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 10ഓളം കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. തൃശൂർ പൂരം പ്രമാണി നിതിൻ മംഗലത്ത് അയ്യന്തോളിന്റെ ശിക്ഷണത്തിൽ പരിശീലിപ്പിച്ച മേളസംഘത്തിൽ 2 പെൺകുട്ടികളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായിരുന്നു. തൃപ്രയാർ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ സ്വദേശി ചള്ളിയിൽ വീട്ടിൽ 70 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കുരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷൻ കയ്പമംഗലം പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കുരിക്കുഴി സെന്ററിലെ വിവിധയിടങ്ങളിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുരിക്കുഴി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. KMPA കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ദേവി, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, KMPA രക്ഷാധികാരി PA ഹുസൈൻ, വിജയറ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, കയ്പമംഗലം SI KS സൂരജ്, പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, ഖദീജ പുതിയവീട്ടിൽ, സിബിൻ അമ്പാടി, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, മഹൽ പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി, ജമാൽ തിണ്ടിക്കൽ, KMPA പ്രതിനിധികളായ KK ഹംസ, KA ജാഫർ സാദിഖ്, TK ഉബൈദ്, KK സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ചെന്നൈയിൽ നടന്ന മിസ് സൌത്ത് ഇന്ത്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായ പഴയന്നൂർ സ്വദേശിനി ഹർഷ ഹരിദാസിനെ മുൻ MP രമ്യ ഹരിദാസ് വീട്ടിലെത്തി അനുമോദിച്ചു. ചെന്നൈയിൽ നടന്ന 22ാമത് പെഗാസസ് മിസ് ഇന്ത്യ മത്സരത്തിലാണ് പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി ഹർഷ ഹരിദാസ് ഫസ്റ്റ് റണ്ണറപ്പായത്. കല്ലേപ്പാടം നാനൂർപ്പുഴ ഹരിദാസിന്റെയും ഗിരിജയുടെയും മകളാണ് ഹർഷ. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VK ശ്രീകുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശ് പരുത്തിപ്പാറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാരിറ്റി സംഘടനയായ എളനാട് ശ്രീകൃഷ്ണ സേവാ ഫൌണ്ടേഷന്റെ താൽക്കാലിക ഓഫീസ് ഉദ്ഘാടനം നടന്നു. തണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണ സേവാ ഫൌണ്ടേഷൻ പ്രസിഡന്റ് MU കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KU ഷാജി ശർമ്മ, ട്രഷറർ TH അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയുടെയും പഴുവിൽ ഫൊറോന മാതൃവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം നടത്തി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി വൈസ് പ്രസിഡന്റ് ഷീന ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തലുകാരൻ, പഴുവിൽ ഫൊറോന മദ്യവിരുദ്ധ സമിതി പ്രൊമോട്ടർ ഫാദർ സിജോ കാട്ടുകാരൻ, തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ആനിമേറ്റർ സിസ്റ്റർ എൻസ്വീഡ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഒരു ദിവസത്തെ വരുമാനം നൽകി ലോട്ടറി തൊഴിലാളി കാരുണ്യത്തിന്റെ മാതൃക തീർത്തു. കറുകപ്പുത്തൂർ ചാത്തന്നൂർ സ്വദേശി മേലോർത്ത് ഉണ്ണികൃഷ്ണനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ ധനലക്ഷ്മി എന്ന പേരിലുള്ള ലോട്ടറി ഏജൻസി നടത്തിവരികയാണ് ഉണ്ണികൃഷ്ണൻ. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഫണ്ട് ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ MC ഐജു അധ്യക്ഷനായി. എരുമപ്പെട്ടി പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് മാത്യൂസ് പഴവൂർ, ലോട്ടറി ജീവനക്കാരി സുബി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM നിസാർ, ഇബ്രാഹിം പടുവിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി DYFI എരുമപ്പെട്ടി ചിറ്റണ്ട യൂണിറ്റ് ചായക്കട നടത്തി. ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന DYFIയുടെ പദ്ധതിയിലേക്ക് പണം സമാഹരിക്കുന്നതിനായാണ് അതിജീവനത്തിന്റെ ചായക്കട എന്ന പേരിൽ ചിറ്റണ്ട സെന്ററിൽ ചായ കച്ചവടം നടത്തിയത്. ചായയും പലഹാരങ്ങളും വാങ്ങി നാട്ടുകാരും വഴിയാത്രക്കാരും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ചായക്കട ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ സെക്രട്ടറി മിഥുൻലാൽ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. നന്ദീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ജൂബിലി തേവർ പാടശേഖര സമിതിയുടെ മുണ്ടകൻ കൃഷിക്ക് മുമ്പായുള്ള പമ്പിംഗ് സ്വിച്ച് ഓൺ കർമ്മത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ജൂബിലി തേവർ പാടശേഖര പടവ് കമ്മിറ്റി പ്രസിഡന്റ് PA അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം BG വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത ജിനു, നസീജ മുത്തലിഫ് എന്നിവർ നേതൃത്വം നൽകി.
ഏങ്ങണ്ടിയൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ടെക്നോളജിയിലെ ആദ്യത്തെ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഏങ്ങണ്ടിയൂർ തിരുമംഗലം സ്വദേശി അനുഷ്കയുടെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായാണ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത്. അനുഷ്ക ചികിത്സാ സഹായ സമിതി കൺവീനർ ജോൺ പുലിക്കോട്ടിൽ ആദ്യ വിൽപ്പന നടത്തി. അരിമ്പൂർ ഹൈസ്കൂൾ 1994 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ 5ാമത് സംഗമം നടന്നു. രാജീവ് വാതുക്കാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തു. വിനോദ് പാലിശ്ശേരി അധ്യക്ഷനായി. വിനീത ബൈജു, മണികണ്ഠൻ കുറുപ്പത്ത്, VD പ്രശാന്ത്, V മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സുഭാഷ് എറവിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. കൂട്ടായ്മ ഭാരവാഹികളായ പ്രിയ, ബിന്ദു ജീവൻ, പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായ തിരുവത്ര ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 6ാം വാർഷികാഘോഷം നടന്നു. മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് K നിഷാദ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി PS മുനീർ, മനയത്ത് യൂസഫ് ഹാജി, KH അഷ്ഫാഖ്, CK രമേശ്, TM ഷഫീഖ്, PH ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടുമുറ്റത്തെ ഒരിനം ചെടിയിലേക്ക് മാത്രമായി കൂട്ടമായി എത്തിയ ചിത്രശലഭങ്ങൾ കൗതുക കാഴ്ചയായി. ചിറക്കേക്കോട് കള്ളാടം രാജീവിന്റെ തൊടിയിലെ കിലുകിലുപ്പ എന്നറിയപ്പെടുന്ന ചെടികളിലേക്കാണ് 3 ദിവസമായി ചിത്രശലഭങ്ങൾ കൂട്ടമായി എത്തുന്നത്. ചെടിയിൽ വിരിഞ്ഞ മഞ്ഞപ്പൂക്കളും പൂമൊട്ടുകളുമാണ് ചിത്രശലഭങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്. ഫബേസിയ കുടുംബത്തിൽപ്പെട്ടവയാണ് ഈ ചെടിയെന്ന് പറയുന്നു. വയനാടിന് കൈത്താങ്ങാകാൻ AIYF നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് സംഘടിപ്പിച്ച മെഗാ ബിരിയാണി മേളയിൽ ഒരു നാട് മുഴുവൻ കൈകോർത്തു. നാട്ടിക മണ്ഡലത്തിലെ 7 മേഖലാ കമ്മിറ്റികൾക്കും മുൻകൂർ കൂപ്പണുകൾ നൽകി ഓർഡറുകൾ സ്വീകരിച്ചിരുന്നു. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, AIYF മണ്ഡലം സെക്രട്ടറി വൈശാഖ് അന്തിക്കാടിൽ നിന്നും ബിരിയാണി സ്വീകരിച്ച് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാടിന് കുടുംബത്തിനുമായി AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ബിരിയാണി വിതരണം ചെയ്തു. മണ്ഡലത്തിലെ 7 മേഖലകളിലേക്കായി 5000-ഓളം പേർക്ക് ബിരിയാണി തയ്യാറാക്കിയാണ് വിതരണം ചെയ്തത്. വയനാടിന് കൈത്താങ്ങാകാൻ DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ ജനകീയ തട്ടുകട സംഘടിപ്പിച്ചു. നിരവധി പേരാണ് ജനകീയ തട്ടുകടയിൽ പങ്കാളികളായത്. വാണിജ്യം. പെയിന്റ് വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബിർള ഓപ്പസ് പെയിന്റ്സിന്റെ കേരളത്തിലെ 3ാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രണ്ട്സ് പെയിന്റ്സ് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ ബിന്ദു തിയേറ്ററിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച ഫ്രണ്ട്സ് പെയിന്റ്സിന്റെ ഉദ്ഘാടനം ബിർള ഓപ്പസ് പെയിന്റ്സ് സോണൽ ഫ്രാഞ്ചൈസ് മാനേജർ ബേസിൻ സൈമൺ നിർവഹിച്ചു. ഫ്രണ്ട്സ് പെയിന്റ്സ് പാർട്ണർമാരായ G സന്തോഷ് കുമാറും CJ ബാബുവും ചേർന്ന് രാജേഷ് ബാലിന് പെയിന്റ് പ്രോഡക്ട്സ് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബിർള ഓപ്പസ് പെയിന്റ്സ് ഏരിയ സെയിൽസ് മാനേജർ മാത്യു ജോർജ്, റീജിയണൽ ഫ്രാഞ്ചൈസ് മാനേജർ PV ജോസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഇന്റീരിയർ ഫിനിഷസ്, എക്സ്റ്റീരിയർ ഫിനിഷസ്, വാട്ടർ പ്രൂഫിംഗ്, ഇനാമൽസ്, വാൾപേപ്പേഴ്സ്, വുഡ് ഫിനിഷ് വിഭാഗങ്ങളിലുള്ള പെയിന്റുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എക്സ്റ്റീരിയർ പ്രോഡക്ട്സിന് 16 വർഷം വരെയും ഇന്റീരിയർ പ്രോഡക്ട്സിന് 8 വർഷം വരെയും വാറണ്ടി നൽകുന്നു. കൂടാതെ ഇന്ത്യയിൽ ആദ്യമായി ഭിത്തിയിൽ പോറലേൽക്കാത്ത സ്കഫ് ആൻഡ് സ്റ്റെയിൻ റെസിസ്റ്റൻസ് പെയിന്റ് പ്രോഡക്ട്സ് അവതരിപ്പിച്ചിട്ടുള്ളതും ഇന്റീരിയർ ഫിനിഷിന് വാറണ്ടി നൽകുന്നതും ബിർള ഓപ്പസ് പെയിന്റ്സ് മാത്രമാണ്. ഉദ്ഘാടന ഓഫറായി പെയിന്റ് ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിത അളവിലും 10% കൂടുതൽ ലഭ്യമാണ്. കസ്റ്റമേഴ്സിന് കളർ കൺസൾട്ടേഷൻ സൗകര്യവും 20 കിലോമീറ്റർ ദൂരപരിധിയിൽ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,680 രൂപ, പവന് 53,440 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,186 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കാത്ത് കുടുംബം. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. നമസ്കാര മണ്ഡപത്തിൽ നടക്കാറുള്ള ഇല്ലം നിറ പൂജ ഇത്തവണ നടത്തിയത് കൊടിമരച്ചുവട്ടിൽ. ചിങ്ങം പറഞ്ഞതോടെ ഗുരുവായൂരിൽ വിവാഹത്തിരക്കേറി. വലിയക്രിയിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി കൃഷ്ണദാസ്, കടലക്കുറിശി സ്വദേശി കൃഷ്ണപ്രസാദ് എന്നിവർ പിടിയിലായി. ദേശമംഗലത്ത് മുത്തച്ഛനെ കൊച്ചുമകൻ വെട്ടിക്കൊലപ്പെടുത്തി. വളരിപ്പിടി വീട്ടിൽ അയ്യപ്പനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചുമകൻ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള ടൗണിലും സമീപ പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടണമെന്ന നിർദ്ദേശം. മുൻകൂർ അനുമതിക്കായി തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ ചുമതലയുള്ള ഓഫീസറെ സമീപിക്കണമെന്നാണ് നിർദ്ദേശം. എരുമവട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. കൊടുങ്ങല്ലൂർ അഞ്ചാപരുത്തിയിൽ ആലയിൽ നിന്ന് ആട്ടക്കല്ല് മോഷ്ടിച്ച് 2 പേരെ പിടിയിലായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.